മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതീവ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ശക്തമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിലാകട്ടെ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആകാശത്തിലൂടെ തന്നെ തൊടുത്തുവിടാൻ സാധിക്കുന്ന ശക്തിയേറിയ ആയുധമാണ് ഇസ്രായേൽ ആകട്ടെ ഇറാന്റെ നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. ടെഹ്റാൻ, ഇസ്ഫാഹാൻ, തബ്രിസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി തന്നെ ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ, ഇസ്രായേലിൽ മിസൈലുകൾ ഇത്തരത്തിൽ പ്രയോഗിച്ചതായി തന്നെയുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ ഉണ്ടാവുകയും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും നിർണായക വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നത്. ഇറാന്റെ വാദപ്രതികാരം വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതെന്നതാണ് ആരോപണം. ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഔദ്യോഗിക വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യം പശ്ചിമ മധ്യ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അവകാശപ്പെടുന്നുണ്ട്. മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടി. അതേപോലെ തന്നെ ഇറാൻ ഞായറാഴ്ച, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ തൊടുത്തുവിടുകയാണ് ചെയ്തത്. ഏപ്രിലെ വെടിനിർത്തലിന് ശേഷം ഇറാനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആദ്യ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇപ്പോൾ നടന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മിക്ക മിസൈലുകളും തടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നതും. കൂടുതൽ സൈനിക നടപടികൾ ഒഴിവാക്കണമെന്നും ട്രംപ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഉയരുകയാണ്. ഇതിനിടെ തന്നെ ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ വീണ്ടും പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക കൂടി അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും ഹോർമൂസ് കടലിടുക്കിലും സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതായി തന്നെ വിലയിരുത്തൽ പുറത്തുവരുന്നു. അതേസമയം ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇസ്രായേൽ വലിയ ശക്തമായ ആക്രമണമാണ് ഇന്ന് അഴിച്ചുവിട്ടത്. ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഏപ്രിൽ 8-ന് താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അത് നിലവിൽ വന്നതിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. യുഎസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് മാറുകയും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇറാൻ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചതായി തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെബനനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. യുഎസുമായി സമാധാന കരാർ സാധ്യമാണ് എങ്കിൽ ലെബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.